ഇന്ന് നമുക്ക് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയാലോ? ബാംഗ്ലൂർ താമസിക്കുന്നവർ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ലാൽബാഗ്, എനിക്ക് ഉറപ്പാണ്. കാരണം പഠിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. പിന്നെ അതായത് ഒരു ഒരു റിലാക്സേഷൻ, ഒരു റിലാക്സ് അറ്റ്മോസ്ഫിയർ, പിന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ്, പിന്നെന്താ നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. കണ്ടോ, നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. ഇരുന്ന് ആകാശത്തോട്ടൊക്കെ നോക്കുവോ അല്ലെങ്കിൽ വർത്തമാനം പറയുവോ. ഇവൻ ഒറ്റയ്ക്ക് വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ബുക്കും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന 6 മണി തൊട്ട് 7 മണി വരെയാണ്. അഡൽട്ട് ആണെങ്കിൽ 50 രൂപ, പിന്നെ കുട്ടികൾ 6 വയസ്സിന് മുകളിലാണെങ്കിൽ 20 രൂപ. അങ്ങനെയാണ് എൻട്രൻസ് ഫീസ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലാൽബാഗ് മൊത്തം ചുറ്റിക്കറങ്ങി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. 240 ഏക്കറുണ്ട് ലാൽബാഗ് മൊത്തത്തിൽ. അതിൻ്റെ അകത്ത് തന്നെ 1000 സ്പീഷ്യസ് പ്ലാന്റ്സ് ആണ്. അതും 100 വയസ്സിന് മുകളിലുള്ള പ്ലാന്റ്സ്. കാണാൻ നല്ല ഭംഗിയാട്ടോ, ഒരു രക്ഷയില്ല. അതായത് ഇങ്ങനെ മരങ്ങളും ചെടികളും വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈം പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം വെയിലടിച്ച് അങ്ങനെ നമുക്ക് അധികം ക്ഷീണം വരില്ല. നമുക്ക് അത്ര ഒരു ക്ഷീണമില്ലാതെ നമുക്ക് കാണാനൊക്കെ പറ്റും. പിന്നെ റിപ്പബ്ലിക് ഡേയിലും ഇൻഡിപെൻഡൻസ് ഡേയിലൊക്കെയാണ് കുറച്ചുകൂടി ലാൽബാഗ് ഭയങ്കരമായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത്. കാരണം ആ സമയത്ത് ഫ്ലവർ ഷോ ഉണ്ട്. അപ്പം നല്ല കുറേ വിവിധ തരം ഫ്ലവേഴ്സും കൊണ്ട് ഇങ്ങനെ ഓരോ തീം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി മക്കളെ കൂട്ടിയിട്ടാണ് പോയത്. അവർ വല്ലാതെ എൻജോയ് ചെയ്തു. കാരണം അവർക്ക് ഇഷ്ടം പോലെ സ്ഥലമാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാമല്ലോ, നമുക്കങ്ങനെ വീടുകളിൽ അധികം സ്പേസ് ഉണ്ടാവില്ല താമസിക്കുന്നവർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല സ്ഥലമാണ്. അതായത് അവരെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവരതിലെ കൂടെ ഓടി കളിച്ചോളും. ഭയങ്കര നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. നമുക്കും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോയി ഒന്ന് സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല സ്ഥലമാണ്. നിങ്ങളാരും പോയിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾ ലാൽബാഗിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ലാൽബാഗ്. പിന്നെ നടക്കാൻ അധികം വയ്യാത്തവർക്കാണെങ്കിലും ലാൽബാഗിൽ വരാം. കാരണം അവർ ട്രാവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വണ്ടി ഉണ്ട് അവിടെ. ആ വണ്ടിയിൽ 100 രൂപ പെർ ഹെഡ് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാൽബാഗ് അവർ മൊത്തം കാണിച്ചു തരുമെന്ന് മാത്രമല്ല, അവർ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മരങ്ങളാണ് അങ്ങ് കാണിച്ചു തരും. പിന്നെ നമുക്ക് പിന്നെ കേരളത്തിൽ നിന്ന് വന്നവർക്കൊക്കെ ഈ മരം കാണുമ്പോൾ ഇതെന്ത് മരം എന്നൊക്കെ ചോദിക്കും. പക്ഷേ +2 എന്നായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ലാൽബാഗിൽ വരുന്നത്. എനിക്ക് അന്ന് തൊട്ട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയൊരു സ്ഥലമാണ് ബാംഗ്ലൂർ. കാരണം ഞങ്ങൾ ടൂറിന് കൊണ്ടുപോയ പ്ലേസ് ആണെങ്കിലും ഫുള്ള് മരങ്ങൾ, പിന്നെന്താ പറയണ്ടേ, ഫുൾ മരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവൻ ബാംഗ്ലൂർ വന്നവർക്കറിയാം. റോഡ് സൈഡിലും റോഡുകൾ നമ്മൾ പോകുന്ന വഴികളെല്ലാം നിറച്ചും മരമാണ്. അപ്പോൾ നമുക്കതൊരു നല്ലൊരു റിലാക്സിങ് തരുന്നൊരു ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേച്ചർ ഇങ്ങനെ നടക്കാനും. പിന്നെ ഇങ്ങനെ ലാൽബാഗിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ഈ പുല്ലിലൊക്കെ ഇങ്ങനെ കിടന്ന് കുറേ നേരം മുകളിലോട്ടൊക്കെ നോക്കിയൊക്കെ കിടക്കാറുണ്ട്. നല്ല രസമാണ്. പക്ഷെ കുട്ടികളായി കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കാൻ പറ്റിയിട്ടില്ല. കാരണം കുട്ടികളുള്ളവർക്ക് അറിയാം, നമ്മുടെ കണ്ണെപ്പോഴും അവരുടെ മേലെ ഉണ്ടാവണം. പിന്നെ മരത്തിലൊക്കെ കയറാം കേട്ടോ. ഞാനും കയറി, പിന്നെ കുട്ടികളൊക്കെ കയറിയിട്ടാണ്. നമുക്ക് ചുമ്മാ ഇങ്ങനെ കയറി ഇരിക്കുക. പിന്നെ ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല രസമാണ്. നിങ്ങൾ എപ്പോഴേലും ബാംഗ്ലൂർ വരുവാണെങ്കിൽ ഒന്ന് ലാൽബാഗ് കാണും കേട്ടോ, മിസ് ചെയ്യരുത്. പിന്നെ കുറേ പേർക്ക് നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. കുറേ പേര് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഓർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ലാൽബാഗ് കേട്ടോ. പിന്നെ ഈ പാറയിലൊക്കെ വൈകുന്നേരം ഇരിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് നല്ല കമ്പനിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ തിന്ന് പോപ്കോണൊക്കെ കഴിച്ച് അങ്ങനെ നമുക്ക്